ഹല്ലേലൂയ. ഒന്ന് യോഹന്നാന്റെ ലേഖനം, 1 John chapter 3 ഒന്ന് തുടങ്ങി വായിച്ചു. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാൻ ആകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതി ഉള്ളതാകൊണ്ടത്രേ. സഹോദരൻ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കും പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ ആകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. അപ്പൊ അവന്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അവൻ നമുക്ക് ദൈവമക്കളാകല്ല അധികാരം ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം തോന്നുന്നു. യോഹന്നാൻ 9:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഇവിടെ മക്കളാണെന്ന് പറയുന്നു, മക്കളാകാൻ അധികാരം കൊടുത്തതിനെ കുറിച്ച്. പക്ഷെ നമ്മള് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ പറയുന്നത്? ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യരെ ഒരിടത്ത് യേശു കർത്താവിനോട് സീസറിന്റെ പടമുള്ള നാണയം കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇതിനകത്ത് മേലെഴുത്ത് ആടെ എന്ന് ചോദിച്ചോ പറഞ്ഞ് സീസറിനെ പറഞ്ഞ്. അപ്പൊ സീസറിനുള്ള സീസൺ ദൈവത്തിന്റെ സ്വരൂപത്തില് ഉള്ള, അപ്പൊ അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടി അവനുള്ളത്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ആരെയാ? നമ്മളെ ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആരുടെ സ്വരൂപത്തിലാണ്, ആരുടെ സ്വരൂപം മേലെഴുത്താലുള്ളത് ചോദിക്കുമ്പോൾ സീസറിനെ അവനെ കൊണ്ട് സീസറിന് കൊടുത്തേക്കുന്നത്. ഹല്ലേലൂയ. കാരണം അപ്പൊ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നല്ലൊരു മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശരി കേട്ടോ. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു ജീനിയോളജി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ജീനിയോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീനിയോളജി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് യേശു കർത്താവിന്റെ പരമ്പരയെ കുറിച്ചാണ് പറയുന്നത് അവിടെ. യേശു കർത്താവ് ഏത് പരമ്പരയിൽ നിന്ന് വന്നു എന്നെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ അബ്രഹാമിന്റെ പുത്ര, ദാവീദിന്റെ പുത്ര, യേശുക്രിസ്തുവിന്റെ വംശാവലി ഇങ്ങനെ തുടങ്ങുന്നു. അപ്പൊ യേശു കർത്താവിന്റെ വംശം പറഞ്ഞു 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 വരുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഇസഹാക്ക്, യാക്കോ, യഹൂദ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു വരുന്ന സമയത്ത് അവിടെ യേശു കർത്താവിന്റെ പാരമ്പര്യത്തെ കുറിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ ആ പാരമ്പര്യം പറഞ്ഞ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആദം ദൈവത്തിന്റെ മകൻ. അല്ലെ? അപ്പം യേശു കർത്താവിന്റെ ജീനിയോളജി പറയുന്നുണ്ട്, ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നുണ്ട്. അപ്പം അപ്പൊ നമ്മളൊക്കെ എവിടുന്ന് വന്നെന്ന് ചോദിച്ചാ ആരുടെ ജീനിയോളജിയാന്ന് ചോദിച്ചാ ദൈവത്തിന്റെ ജീനിയോളജിയാ അല്ലേ? ദൈവം ആദാമിനെ നമ്മൾ ഇതിൽ വായിക്കുമ്പോൾ ആദാം ദൈവത്തിന്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് ഇവിടെ യേശു കർത്താവിന്റെ വംശാവലിയെ കുറിച്ച് അബ്രഹാമിന്റെ മക്കളാണ് നമ്മളെന്നും പറയുന്നത്. അപ്പം നമ്മൾ ആരുടെ ജീനിയോളജി? ദൈവത്തിന്റെ ജീനിയോളജിയാ.
അപ്പൊ നമ്മുടെ DNA ആരുടെ വെച്ച് ദൈവത്തിന്റെ DNA എന്ന് പറയാം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് വചനത്തിൽ എല്ലായിടത്തും പറയും. നമ്മൾ വീണ്ടും ഹല്ലേലൂയ ആത്മാവ് നഷ്ടം അല്ലെങ്കിൽ പാപത്തിന്റെ കീഴിലായിപ്പോയി വീണ്ടും യേശു കർത്താവ് നമ്മളെ ഹല്ലേലൂയ വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിന്റെ മക്കളാക്കി മാറ്റിയെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കൾ. എന്തിനാ ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ വെച്ചേക്കുന്നത്? ഹല്ലേലൂയ. അത് പറയുന്നുണ്ട്. നമ്മൾ അവൻ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പിശാചിന്റെ പ്രവൃത്തിയിലെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത് എങ്കിൽ പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മക്കളെ നമ്മളെ നിർത്തിക്കുന്നില്ല. പിശാചിന്റെ പ്രവൃത്തിയിലെ അഴിപ്പാനത്രേ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ ദൈവത്തെ പോലെ ആണ്. ഹല്ലേലൂയ. കാരണം ദൈവം എങ്ങനെ നിന്നു അങ്ങനെ നിൽക്കണം. ദൈവം എങ്ങനെ നോക്കി അങ്ങനെ നോക്കി. ദൈവം എങ്ങനെ നടന്നു അങ്ങനെ നടക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് ഭൂമിയിലായിരിക്കും. യേശു കർത്താവ് അതുകൊണ്ടാ പറഞ്ഞെ, ഓ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ ഞാൻ ചെയ്ത് അധികം നിങ്ങൾ ചെയ്യും. കാരണം എന്തുകൊണ്ടാ? നമ്മളെ നിർത്തിയേക്കുവാ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാര് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ദൈവത്തെ പോലെ ദൈവം നടന്നത് പോലെ നടക്കുവാൻ നമ്മളെ ആക്കി. വെളിച്ചത്തിന്റെ മക്കളെന്നാ നമ്മളെ ഇനി പേര് പറയും. ഇതെല്ലാം പറയുമ്പോൾ നമുക്കറിയാം ആരെക്കുറിച്ച് ഇതെല്ലാം പറഞ്ഞു. യേശുക്കർത്താവ് ഭൂമിയിൽ വന്നു യേശുക്കർത്താവിനെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ കേക്കാവോ? ഞാൻ ഈ ഫാന് ഭയങ്കര ചൂട് ഫാൻ ഇട്ടു കേക്കാവോ? സൗണ്ട്. അപ്പൊ ദൈവത്തിന്റെ മക്കളെന്ന് ഹല്ലേലൂയ. നമ്മളെ വിളിക്കും. നമ്മളെല്ലാം പറയും ഞങ്ങള് ദൈവത്തിന്റെ മക്കളെ വീണ്ടും ജനിച്ചു ദൈവത്തിന്റെ മക്കളെ. പക്ഷെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഹല്ലേലൂയ നമ്മളിപ്പോഴും ഹല്ലേലൂയ എന്താ പറയാ ആ വെളിപ്പാടിലേക്ക് ഇതുവരെ കടക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് ഹല്ലേലൂയ ഇവിടെ ഇന്ത്യയിൽ പാസ്റ്റർ ക്രിസ് വരുന്നുണ്ട് ഹല്ലേലൂയ നവംബറിൽ. എല്ലാവരും പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ദേവദാസൻ പറയുന്ന പുള്ളിയുടെ മകൻ ഓസ്ട്രേലിയയിൽ ഭയങ്കര മിനിസ്റ്റർ ചെയ്യുന്ന പുള്ളി അറിയുന്ന പാസ്റ്റർ ക്രിസിനെ ഒക്കെ ചിലപ്പോൾ നമുക്ക് അടുത്തത് പ്രാർത്ഥിക്കാനോ കാണുവാനോ ഒന്നും പറ്റും. പക്ഷെ പുള്ളിയുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഒരു തലമുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിലെങ്കിലും ചെന്ന് ഇരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഹല്ലേലൂയ ഭയങ്കര പകർച്ച നടക്കും. അല്ലെങ്കിൽ ആ ശുശ്രൂഷ ലെവൽ മാറുമെന്നൊക്കെ ഇങ്ങനെ ഓസ്ട്രേലിയയിൽ റോബിൻ ഒരു സഹോദര പുള്ളിക്കാരൻ ഇങ്ങനെ അതെന്റെ ഫാദറിനോട് പറയണ്ട. അപ്പൊ ഇതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പറയാ അപ്പം ഇതെന്താ പറയുന്ന ഒരു കാര്യം അദ്ദേഹം ആരാണെന്ന് വെളിപ്പാട് തിരിച്ചറിഞ്ഞ മനുഷ്യനാണ്. നമ്മൾ ടി വി ജോഷയെ കാണാറുണ്ടല്ലേ? ടി വി ജോഷ മിനിസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ എനിക്ക് സത്യം എന്റെ ലൈഫിൽ എന്നെ ആകർഷിച്ചൊരു മനുഷ്യൻ ആ മിനിസ്ട്രി എനിക്ക് അതുപോലെ ആഗ്രഹം. പക്ഷെ നമ്മളിപ്പം നമ്മളെല്ലാം പക്ഷെ ഇവിടെയൊക്കെ ലെവൽ വെക്കുന്നത് എനിക്ക് ടി വി ജോഷയെ പോലെ ആകണം, എനിക്ക് ബെന്നിഹീനെ പോലെ ആകണം, എനിക്ക് ക്രിസിനെ പോലെ ആകണം, അല്ലെങ്കിൽ എനിക്ക് മറ്റാരെങ്കിലും പോലെ ആകണം. നോ, ദൈവം പറയാം നീ ലിമിറ്റ് വെക്കുക ചെയ്യുന്ന അവിടെയൊക്കെ. ഹല്ലേലൂയ. നിനക്ക് പക്ഷെ അവരെ ആരും ആകുകയല്ല, നിനക്ക് ക്രിസ്തുവിനെ പോലെ ആകണമെന്നാണ് നീ ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം നമ്മളോട് ക്രിസ്തു എന്ന തലയോളം നീ വളരണമെന്നാ അല്ലേ? നമ്മളെല്ലാരും ചിലരോട് എനിക്ക് ഏലിയാവിനെ പോലെയാണ്. ഏലിയാവിന് ബലഹീനതയുണ്ട്. ഇസബേൽ ഒരു എന്താ പറയാ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ മരിച്ചാൽ മതി പോയിരുന്ന ഏലിയാവ്. ചിലർക്ക് ദാവീദിനെ ഭയങ്കര ഇഷ്ടമാണ്. ദാവീദിന് കുറെ ഭാര്യമാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദാവീദ് പോയിട്ട് ഉരിയാവിന്റെ ഭാര്യയെ അടിച്ചു മാറ്റിയത്. ദാവീദിന്റെ നമുക്ക് ദാവീദിനെ പോലെ ആകാൻ പറ്റുമോ? അബ്രഹാമിനെ പോലെ ആകണമെന്ന് അബ്രഹാമിനുണ്ട് 2 ഭാര്യമാരുണ്ടായിരുന്നു. അബ്രഹാമിനെ പോലെ ആയാൽ മതിയോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിനകത്തൊക്കെ നമുക്ക് പറയാനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഈ ബൈബിൾ പറയുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ കഥാപാത്രങ്ങളല്ല മനുഷ്യരാണെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന ദൈവദാസന്മാര് അവരെയൊക്കെ പോലെ ആകുമ്പോൾ അവർക്കെല്ലാം ബലഹീനതകളുണ്ട്. അവർക്കൊക്കെ ഫോൾട്ടുകൾ. പക്ഷെ ഒരു ഊനവും ഇല്ലാത്ത ഒരു പാപവും ഇല്ലാത്ത ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട അവരെ പോലെ ആകണം ഇവരെ പോലെ ആകണമെന്നല്ല, ക്രിസ്തുവിനെ പോലെ ആകണം. ഞാൻ പറയത്തില്ല, എപ്പോഴും ഞാൻ പറയാം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും അപ്പുറത്തെ കൊച്ചിനെ കണ്ടുപടി ഇപ്പുറത്തെ കൊച്ചിനെ കണ്ടുപടിക്ക്, അവരെ കണ്ടുപടി ഇവരെ കണ്ടുപടി. അല്ല, കൊച്ചു നിന്നെ കണ്ടു തന്നെ പഠിക്കണം. നിന്നെ കണ്ടേ പഠിക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങള് ആരെപ്പോലെ ആകണം? നമ്മളെപ്പോലെ ആകാനാ പറയുന്നത്. കാരണം നമ്മളെ കണ്ടാ പഠിക്കേണ്ടത്. നമ്മുടെ സ്വഭാവം എന്താണ് അത് അവരുടെ ജീവിതത്തിൽ ഫോളോ. നമ്മളവരെ കുറ്റം പറയും, നീ ഇന്നെങ്ങനെയാണ് അങ്ങനെയാണോ? പണ്ടൊരു ദൈവാസം പറഞ്ഞ കണക്ക് ഒരു കൊച്ച് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചപ്പോ അനാവിതൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് അവര് വഴക്ക് പറയണം. അപ്പൊ വഴക്ക് പറയുമ്പോ അത് പറഞ്ഞ് അമ്മ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സല്ലേ,
അവിടെ രോഗികൾ കൊണ്ട് മരുന്നല്ലേ അടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് കുറ്റമല്ലേ? അപ്പൻ ഇവിടുത്തെ സഭയിലെ ട്രഷറർ ഏതാണ്ടല്ലേ അവിടുത്തെ കാശടിച്ച് ചെയ്ത്. അപ്പൊ ഞാൻ നിങ്ങളെ എന്നിട്ട് ഒരു ചെറിയ അംശമല്ലേ ചെയ്തുള്ളൂ, ഒന്ന് കോപ്പി എടുത്തിട്ടല്ലേ ചെയ്തുള്ളൂ. ഇതുപോലെ മക്കൾ നമ്മളോട് ചോദിക്കാൻ ഇടയാക്കരുത്. ഇടയാക്കിയിട്ട് മക്കളെ കുറ്റം പറയാൻ നിൽക്കരുത്. ഹാലയിലെ കാരണം മാതാപിതാക്കന്മാർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാലേലിയ നല്ലതായിട്ട് നടക്കണം, നമ്മൾ നല്ലതായിട്ട് നടക്കണം, അവർക്ക് നല്ലത് കാണിച്ചു കൊടുക്കണം. ഹാലേലുയ. എന്നിട്ട് വേണം ഒരു അതുപോലെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ ഹാലേലിയ മറ്റുള്ളവരെ കണ്ടല്ല പഠിക്കേണ്ടുന്നത്, അല്ലെ മറ്റുള്ളവരെ പോലെ ആകാനല്ല പഠിപ്പിക്കേണ്ടുന്നത്, കർത്താവിനെ പോലെ ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ പോലെ ചിന്തിച്ചു തുടങ്ങിക്കേ. എന്താ കർത്താവിന്റെ ആഗ്രഹം എന്താണ്? ഒന്ന് കർത്താവ് ശിഷ്യന്മാരോട് എല്ലാം പോകാൻ നേരം പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ കാത്തിരിക്കണം, ശക്തി പ്രാപിക്കണം, അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അറ്റത്തോളം പോകണം. ഹാലേലി എന്താ പറയാ, സകലരെയും നിങ്ങൾ എന്റെ ശിഷ്യരാക്കണം. ഇതൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഹാലേലി അങ്ങനെയൊക്കെ അല്ല കർത്താവിന്റെ ഉപദേശങ്ങളൊക്കെ എന്താ? കർത്താവ് ഒരിക്കൽ വന്നപ്പോൾ മുതലേ ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഹാലേലിയ. കർത്താവ് ഒന്നും സംസാരിച്ചു ദൈവരാജ്യത്തെ കുറിച്ച്, ദൈവരാജ്യം സമീപിച്ചേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഹാലേലിയ. അപ്പൊ യോഹന്നാൻ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ഹാലേലിയ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച്, പോകാൻ നേരം പറഞ്ഞത് ദൈവരാജ്യത്തെ കുറിച്ച്, ഹാലേലിയ. പരിശുദ്ധാത്മ വന്നപ്പോഴും പറഞ്ഞത് ദൈവരാജ്യത്തെ കുറിച്ച്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച്. പക്ഷെ ഇന്ന് നമ്മൾ ഏത് രാജ്യത്തെ കുറിച്ചാണ് കേൾക്കുന്നത്, ഏത് രാജ്യത്തെ കുറിച്ച് പറയുന്നത്? ഞാൻ പലപ്പോഴും പല പോസ്റ്റുകളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. കാരണം വെച്ചാൽ ഈ എന്താ പറയാ നമ്മുടെ സുവിശേഷ യോഗങ്ങളുടെയൊക്കെ പോസ്റ്റൊക്കെ അടിക്കുമ്പോൾ, നിങ്ങൾക്ക് കടഭാരമാണോ, നിങ്ങൾക്ക് രോഗമാണോ, നിങ്ങൾക്ക് അതാണോ ഇതാണോ, നിങ്ങൾ വിടുതലുണ്ട്. എവിടെ ദൈവരാജ്യം? നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യല്ല, നമ്മൾ ആരെയും കുറ്റം പറയല്ല, പക്ഷേ എവിടെ ദൈവരാജ്യം? ദൈവരാജ്യത്തെ കുറിച്ച് ഇന്ന് എത്ര പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്? അപ്പോസ്തല പ്രവൃത്തിയൊക്കെ ഞാൻ ഇപ്പൊ വീണ്ടും അപ്പോസ്തല പ്രവൃത്തി റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. കാരണം അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് ഓരോ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അവർക്ക് ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ള തീഷ്ണത എത്ര വലുതാന്ന് നമുക്കറിയാം. അവരെ ഉപദ്രവിക്കുമ്പോൾ, അവരെ കഷ്ടം അനുഭവിക്കുമ്പോൾ, തടവിലായിരിക്കുമ്പോൾ, ഓരോരുത്തരെ കൊല്ലുമ്പോഴും ഒക്കെ അവർ സന്തോഷിച്ചുകൊണ്ട് അവിടുന്ന് പോയിന്ന അടി കിട്ടുമ്പോൾ സന്തോഷിച്ചുകൊണ്ട് പോയെന്ന് എഴുതിയിരിക്കുന്നത്. കാരണം എന്താ? അവരുടെ ഉള്ളിൽ ദൈവരാജ്യം വന്നിരുന്നു. കഴിഞ്ഞ ആരോ പറയുന്നത് കേട്ട് ഹാലേലിയ അവരന്ന് ഉള്ളതെല്ലാം വിറ്റ് കാൽക്കൽ കൊണ്ട് വെച്ച് ഹാലേലിയ എന്ന് പറഞ്ഞു. ഞാൻ പറയാം, അന്ന് അവരുടെ ഉദ്ദേശം, അവരുടെ ഹൃദയത്തിൽ ഹാലേലിയ മറ്റൊരു ചിന്തയില്ലായിരുന്നു, ലോകം അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അവരുള്ളതെല്ലാം വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചത്. ഹാലേലിയ. ഇന്ന് എല്ലാവരുടെ ഉള്ളിൽ ലോകം കയറി കിടക്കുന്നുണ്ട്, കിട്ടുന്നതല്ല ഇല്ല തൂമ്പാടെ സ്വഭാവം കിടക്കും, ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കർത്താവിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കുന്നു. നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ കാണുമ്പോൾ നാം ദൈവമക്കളെന്ന് വിളിക്കും. പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകി. അപ്പൊ അത് സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹമാണ്. ഹാലേലിയ. പാപികളായ നമ്മളെ സ്വന്തം മക്കളാക്കി മാറ്റിയിരിക്കുന്നത്. ഇത് വലിയ ദൈവത്തിന്റെ വലിയ സ്നേഹം തന്നെ നമുക്ക് നൽകുന്നത്. അങ്ങനെ തന്നെ നാം ആകുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി അതിന് മാറ്റമില്ല. നീ ഒരു പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മക്കൾ എന്ന റിലേഷൻഷിപ്പിന് ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല. ഇനി അന്ത്യത്തോളം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും വരെ നമ്മളെ വിളിക്കുന്നത് ദൈവത്തിന്റെ മക്കളെന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന യോഹന്നാനോട് എഴുതിയേക്കുന്നത്. അവൻ നടന്നതുപോലെ നമ്മൾ നടക്കേണ്ടതാകുന്നു. ഹാലേലൂയ. അപ്പൊ walk like ജീസസ്. ഹാലേലൂയ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണോ നടക്കുന്നത്? കാരണം നമ്മളെ ഇന്നലെ ആരും തന്നെയാണ് സംസാരിച്ചപ്പോ ഞാൻ വണ്ടി ഓടിക്കുന്ന കാര്യം പറയാം. പറഞ്ഞപ്പോ ഞാൻ പറയും, ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാരുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ റോഡ് അവർക്ക് വേണ്ടി മാത്രം കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകണം, അവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ കയറ്റി നമ്മുടെ ഭാഗം കൂടെ കയറ്റി വരുന്നത്. അപ്പം നമ്മളങ്ങനെ സൈഡ് ഒതുങ്ങി താഴോട്ട് ഇറക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ തട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ സൈഡൊക്കെ ഒതുക്കിയെങ്കിൽ താഴെ അങ്ങോട്ടങ്ങ് ഇറങ്ങി പോകും. അപ്പം എന്നോട് സംസാരിച്ച് സുഹൃത്ത് ചോദിച്ചു, നീ നോർമലി അങ്ങനെ ആയിരുന്നില്ലല്ലോ, സാധാരണ അവരങ്ങനെ കൊണ്ടുവന്ന വട്ടം വെച്ച് കൊടുക്കുമല്ലോ, പിന്നെന്താ ഇപ്പം? ഞാൻ പറഞ്ഞു, ഇപ്പോഴേ നമ്മള് വിശ്വാസത്തിലൊക്കെ അല്ലേ ദൈവത്തിന്റെ മക്കളൊക്കെ, നാട്ടുകാർ നമ്മളെ കാണുമല്ലോ അങ്ങനെയൊക്കെ ചെയ്ത കാണും. അപ്പൊ ചോദ്യം, അതുകൊണ്ട് നമ്മൾ അങ്ങ് സൈഡ് ഒതുങ്ങിയൊക്കെ അങ്ങ് കൊടുത്തു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് അതിന് ചിരി വന്നു കേട്ടോ എന്റെ ഉള്ളിൽ. കാരണം പണ്ടൊക്കെ ഇങ്ങനെ
ബസ്സുകാർ കൊണ്ടുവന്നാൽ ഞാൻ തിരക്കത്തില്ല. ഞാൻ അങ്ങനെ നമ്മുടെ ഭാഗത്തുള്ള റോഡിന്റെ ആ കറക്റ്റ് സൈഡ് അതിലൂടെ ഞാൻ പോകത്തുള്ളൂ. കാരണം റോഡ് 2 സൈഡിൽ കൂടെ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ലോ. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരോട് എതിർത്ത് നിന്ന് വഴക്കുണ്ടാക്കാനൊക്കെ നിൽക്കുമ്പോൾ ബസ്സിലിരിക്കുന്ന പലരും ഉണ്ടാവും. അല്ലെ? പബ്ലിക്കിൽ കാണുന്ന പലരും ഉണ്ടാവും. അപ്പൊ അവര് ചിന്തിക്കുന്നത് എന്താ? "ഹല്ലേലൂയ വിശ്വാസിയാണ് വചനമൊക്കെ എടുത്ത് പ്രസംഗിക്കാനൊക്കെ പോയി നിൽക്കുന്നിട്ട് സ്വഭാവം കണ്ടില്ലേ" എന്ന് അവര് പറയും. ഇല്ലേ? അപ്പൊ ജാതികളുടെ മുമ്പിൽ ഹല്ലേലൂയ നമ്മുടെ പ്രവൃത്തി കണ്ടാണ് അവര് നമ്മളെ ആമേൻ നമ്മൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഈ ഉള്ളിൽ നമ്മുടെ ഈ ഉള്ളിൽ ഈ ബോധം ഉണ്ടെങ്കില് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ലോകത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളെന്ന് അവർക്ക് വെളിപ്പെടുവാൻ തക്കണം പ്രവർത്തിക്കും. കാരണം ഇല്ലെങ്കിൽ അതിന്റെ നാണക്കേട് ആർക്കാ? ഞാൻ ആർക്കാ നാണക്കേട്? ഹല്ലേലൂയ. പറയുമ്പം ആക്ച്വലി പറഞ്ഞു വരുമ്പോ ദൈവത്തിനാ നാണക്കേട്. കാരണം വചനം എടുത്ത് പ്രസംഗിക്കുന്നു എന്നിട്ട് സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന് പറയുമ്പോ ആർക്കാ നാണക്കേട്? ദൈവത്തിന് നാണക്കേട്. കാരണം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി ഉള്ളതല്ല, അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ, അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ദൈവ കർത്താവ് യേശു ക്രിസ്തു അത് തന്നെയല്ലേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ വചനം പ്രമാണിക്കണം. ഞാനിപ്പോ ദൈവത്തിന്റെ വചനം ഭയങ്കര ദൈവഭക്തിയാന്ന് പറയും, ഭയങ്കര വിശ്വാസിയാന്ന് പറയും, ഭയങ്കര വെളിപ്പാടെന്ന് നാക്കെടുത്ത മറ്റുള്ള കുറ്റം പറയത്തുള്ളെങ്കിൽ എന്ത് ഗുണം അതുകൊണ്ട്? ഹല്ലേലൂയ. എന്നിട്ട് അതുപോലെ ആർക്കെങ്കിലും ദോഷം വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ എന്റെ ഉള്ളിരിക്കുന്ന ആത്മാവ് ദൈവാത്മാവാണെന്ന് ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. ഒരാൾ നശിച്ചു പോകുന്ന കാണുമ്പോഴത്തേന് ഹല്ലേലൂയ, അത് കണ്ടോ അവരങ്ങനെയാ അതിങ്ങനെയാന്ന്, അല്ല എന്നോട് പോരെ. അല്ല, കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിന്നെ ഇരിക്കുന്നെങ്കിൽ നിന്റെ ശത്രുക്കൾ പോലും ഹല്ലേലൂയ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കാൻ പാടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞേക്കുന്നത്. അവരെ അനുഗ്രഹിക്കാനാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് അകത്തുനിന്ന്, അപ്പൊ യേശു ഒരിക്കൽ പറഞ്ഞു, പുറമേന്ന് അകത്തേക്ക് പോകുന്ന ഒന്നും നിങ്ങളെ മലിനമാക്കത്തില്ല. പക്ഷെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാ. അല്ലേ? ദൈവമക്കളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വായ തുറക്കുമ്പം പറയുന്നത് ഇത് വെച്ചിട്ടാണ് ഇവര് ദൈവമക്കളാണോ, ഇവരിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണോ അല്ലയോ എന്ന് നമ്മൾ അവരെ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ പ്രവർത്തികൾ ആരെപ്പോലെ ആയിരിക്കണം? യേശു കർത്താവിനെ ഇവിടെ പറഞ്ഞ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആരോട് വായിക്കുമ്പോൾ ഞാൻ പറയാം, ലോകം അവനെ അറിഞ്ഞിട്ടില്ല എന്ന് അമ്മയെ അറിയുന്നില്ല, പ്രിയമുള്ള നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. കർത്താവ് യേശു ക്രിസ്തു ഇപ്പൊ നമ്മൾ ആരാ അന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല, പക്ഷെ പ്രത്യക്ഷമാകും ഒരു ദിവസം. എപ്പോഴാ? വരുമ്പോൾ താൻ ഇരിക്കുന്ന പോലെ കാണുന്ന ആകൊണ്ട് അവിടെ എന്നിട്ട് കർത്താവ് പറയുന്നു, അവനാൽ ഈ പ്രത്യാശയുള്ള എല്ലാം അവൻ നിർമ്മലായിരിക്കുന്നതുപോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുക. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരിക്കുമെന്ന് അല്ലെ കാണുമെന്ന് പ്രത്യാശ അങ്ങനെയുള്ളവർ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്ന എല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപം ചെയ്യുന്നവൻ ന്യായപ്രമാണപ്രകാരം എന്താ? ഒന്നിൽ തെറ്റി എല്ലാത്തിലും തെറ്റി എന്ന് പറയുന്ന പോലെ പാപം ചെയ്യുന്നതെല്ലാം ഞാനിത് ഇന്ന സാഹചര്യത്തിൽ ചെയ്തു പോയെന്നോ, തെറ്റ് എപ്പോഴും തെറ്റാ. ഏത് ചിലപ്പോ എന്റെ വായിക്കകത്തോണ്ട് കോലിട്ട് കുത്തുമായിരിക്കും എപ്പോഴും ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അതിനെ എതിർത്ത് പറയുകയും സംസാരിക്കുകയും ചെയ്ത് ഞാൻ പാപം ചെയ്ത് തന്നെയാ. എന്തൊക്കെ ന്യായീകരണം? അതങ്ങനെ അവരെന്നെ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഇന്നത്രതാണ് ഞാൻ ഇത്രത്തോളം അങ്ങ് സഹികെട്ടിട്ട് പറഞ്ഞ എന്ത് റീസൺ ആണെങ്കിലും അങ്ങനെ പറയാൻ ഒരാളെ എനിക്ക് കർത്താവ് ഇങ്ങനെ മുമ്പിൽ കാണിച്ചിരും. കൽവരി ക്രൂശിൽ ഇങ്ങനെ കിടക്കുമ്പോഴും അവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോഴും ഒക്കെ എല്ലാം നീ സംസാരിക്കും, നിനക്കൊന്നും സംസാരിക്കരുത്, നീ വായ തുറക്കെന്ന് പറഞ്ഞിട്ട് പോലും വായ തുറക്കാതെ മിണ്ടാതെ കുഞ്ഞിരിക്കുന്ന കുഞ്ഞാടിനെ അടക്കം കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്ന കർത്താവ് എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് എപ്പോഴും കർത്താവ് എന്നോട് എപ്പോഴും സംസാരിക്കുക. കർത്താവ് എന്നെ കാൽവരി ക്രൂശ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇത് അപ്പൊ നമ്മൾ മിണ്ടിയിട്ട് ഇന്ന സാഹചര്യത്തിൽ നമ്മൾ ഇന്നത് പറഞ്ഞതില്ല, ഇന്നതുപോലെ ആയിട്ട് ഞാൻ മിണ്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. ഞാനെപ്പോഴും എന്റെ കാര്യം തന്നെ പറഞ്ഞു, ഞാൻ അറിയാണ്ട് വാങ്ങുന്നു പലപ്പോഴും. പക്ഷെ കർത്താവ് എപ്പോഴൊക്കെ എന്നോട് കാണിച്ചു തന്ന കാര്യമാണ്. എന്നിട്ട് ഞാൻ ന്യായീകരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാ. അതിപ്പോ ഞാൻ ചെയ്താലും ശരി, ആര് ചെയ്താലും അത് തെറ്റ്, എന്റെ കൊച്ചു ചെയ്താലും തെറ്റ് തന്നെയാ. നമ്മളെ ചില സാഹചര്യത്തിലൂടെ ദൈവം കൊണ്ടുപോകുന്ന എന്തിനറിയാം? അറക്കാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ മിണ്ടാതിരുന്നത് പോലെ നീ മിണ്ടാതിരിക്കണം. ഹല്ലേലൂയ. നിന്നെ ഞാനത് ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. നീ എപ്പോഴൊക്കെ മിണ്ടുന്നോ നീ തോറ്റു. വീണ്ടും ടെസ്റ്റ് ആദ്യം തുടങ്ങിയിട്ടുമുണ്ട്.
ഹാലലുയ. അപ്പൊ ഈ ടെസ്റ്റ് പാസ്സാകുന്നത് വരെ ഞാൻ പണ്ടൊരിക്കൽ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് 3 ദിവസം കുത്തിയിരുത്തിയിട്ടാണ് എന്റെ കോപത്തെ ദൈവം പരീക്ഷിച്ച് പുറത്തേക്കെന്ന് പറഞ്ഞ കണക്ക്. അതുപോലെ ഹാലേലുയ. ഓരോ സാഹചര്യം നമ്മളെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി ഹാലേലുയ. അതിൽ നിന്ന് ജയിച്ച് പുറത്തൊരു ദൈവം ആഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പറഞ്ഞ ജയാളിയായ ക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്തും തോറ്റ് കിടക്കുന്നവരായിട്ടല്ല, ജയിച്ച് പുറത്തു വരുന്നവരായി കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ ട്രയൽസ് കൂടി വരും. ഞാൻ പലപ്പോഴും കർത്താവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്നോട് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ. പിന്നെ അപ്പോഴൊക്കെ എന്നോട് ദൈവം പറഞ്ഞത്, നമ്മൾ ഇത് പാസ്സാകാതെ, ഇതിനെ നീ ജയിക്കാതെ അടുത്തൊരു ക്ലാസ്സിലേക്ക് കൊണ്ടിരുത്താൻ പറ്റത്തില്ല. ഞാനിപ്പോഴും ക്ഷമ പഠിച്ചിട്ടില്ലെങ്കിൽ, ഞാനിപ്പോഴും ക്ഷമിക്കാനും പൊറുക്കാനും പഠിച്ചിട്ടില്ലെങ്കിൽ, എന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടു നിർത്തത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുപോലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അവനിരിക്കുന്ന പോലെ ഇതുള്ളവരൊക്കെ എന്ത് ചെയ്ത് തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. നിർമ്മലീകരിക്കുന്ന വെച്ചാൽ അവൻ പാപം എല്ലാം എല്ലാ അധർമ്മവും പാപം തന്നെ, അല്ല എല്ലാ പാപവും അധർമ്മം തന്നെയെന്ന് പറയുന്ന കണക്ക് നമ്മളിപ്പോ ഒരാളെ കുറ്റം പറഞ്ഞാലും, ഒരു കേൾക്കാൻ ചെവി കൊടുത്താലും, നമ്മൾ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താലൊക്കെ അത് പാപം തന്നെയാണ്. നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാറുള്ളൂ, ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? അതിന് നമുക്ക് അധികാരമൊന്നും തന്നിട്ടില്ല. ആരെയും വിധിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. പക്ഷെ നമ്മള് മനുഷ്യന്മാരെ കണ്ണുകൊണ്ടൊക്കെ നോക്കുമ്പോൾ പലരും ഞാൻ പറയാം, പലപ്പോഴും പുറമേ നിൽക്കുന്നവരെ പലരെയും കണ്ടുകൊണ്ട് നമ്മൾ അവരെ വിധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. അവർ ദൈവസന്നിധിയിൽ പോയിട്ട് ആമി വീണ് നിലവിളിച്ച് അവരാ ചെയ്തതിനെ അവര് കഴുകിക്കളയും. പക്ഷെ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും അവര് ചെയ്തത് മാത്രം വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ ജീവിതകാലം മുഴുവൻ അവരെ വിധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ദാവീദിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ദാവീദ് ഉരിയാവിനെ ഭാര്യയെ സ്വന്തമാക്കി ഉരിയാവിനെ കൊന്നുകളഞ്ഞു. ചെയ്ത് വലിയ ദുഷ്ടത്തരം തന്നെയാണ്. പക്ഷേങ്കില് വലിയ അധർമ്മ. പക്ഷെ ദാവീദ് ദൈവസന്നിധിയിൽ വീണ് നിലവിളിച്ചപ്പോൾ ദാവീദിനോട് ദൈവം ക്ഷമിച്ചു. പക്ഷെ ആ ദാവീദിനെ അറിയുന്ന എത്ര പേര് ദാവീദിനോട് ക്ഷമിച്ചിട്ടുണ്ട്? ഈ കാര്യം ഹൃദയത്തെ അത് വെച്ചുകൊണ്ടല്ലേ നടന്നിട്ടുള്ളത്. ഹാലലുയ. ഇന്നും പലരും പറയുന്നുണ്ട്, ഇന്നും ബൈബിള് വായിക്കുന്ന പലരും ദാവീദിന് ദൈവം എന്തിനാ ക്ഷമിച്ചത്, ദാവീദ് ചെയ്ത വലിയ പാപമില്ലെന്ന് ചോദിക്കുന്നത്. പക്ഷെ ദൈവം എപ്പോഴും പുറമേ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ദൈവം നമ്മുടെ ഹൃദയം കണ്ട നമ്മളോട്. നമ്മുടെ ആ ഒരു പാപത്ത് വീണു പോയാലും, ഒരു തെറ്റ് വീണുപോയാലും ജനം അത് മറക്കാതിരിക്കുമ്പോഴും ദൈവം അത് പുറത്തു കൊടുക്കും. അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നിലവിളിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തെ താഴ്ത്തി കഴിഞ്ഞാൽ, ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇത് ഉള്ളിൽ വെച്ച് ആ കണ്ണോടുകൂടി നോക്കി അവരെ വിധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത്, നിങ്ങൾ ആരെയും വിധിക്കരുതെന്ന് പറയുന്നത്. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളാണെങ്കിൽ തന്നെ നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ, ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര വലിയ പാപം നമ്മൾ ചെയ്തു ദൈവം ക്ഷമിക്കും. പക്ഷേ അത് എന്താ പറയാ, മാനസാന്തരപ്പെട്ട് പശ്ചാത്താപത്തോട് ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കത്തില്ലെന്ന തീരുമാനത്തോട് ദൈവസ്ഥനെ നമ്മൾ ഏറ്റവും അല്ല. ഇന്ന് ഞാൻ പറഞ്ഞു ദൈവമേ കർത്താവെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നാളെയും ഭേദം തന്നെ ചെയ്യുകയാണെങ്കിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അതിനകത്ത് വേദന ഉണ്ടായി, ആ വിഷമം വന്ന് ഒരു നീറ്റിൽ വന്ന് ഒരു നമ്മൾ ദൈവസന്നിധി ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. മനുഷ്യരെ ക്ഷമിക്കാറില്ല. അവന് പാപമില്ല, അവന് വസിക്കുന്ന ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അയ്യോ, യോഹന്നാനി പറയുന്ന ഇച്ചിരി കേറിപ്പോയില്ല. കാരണം അവരിൽ വസിക്കുന്നവരാരും, നമ്മളെവിടെ വസിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യേക ക്രിസ്തു നമ്മളിരിക്കും. അതുപോലെ കർത്താവെ അബൈഡ് ഇൻ മീ, ഞാൻ നിങ്ങൾ വസിക്കും, നിങ്ങൾ എന്നിലും വസിപ്പിൻ. അപ്പൊ നമ്മൾ കർത്താവ് നമ്മളിലും വസിക്കും. അപ്പൊ അവനിൽ വസിക്കുക വെച്ചാൽ നമ്മൾ കർത്താവിലല്ലേ വസിക്കുന്നത്? ആണ്. തീർച്ചയായിട്ടും കർത്താവിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവരാരും വരെ കണ്ടിട്ടുമില്ലെന്ന്. ഹാലലുയ. ശരിയാണോ? ഹാലലുയ. അപ്പൊ കർത്താവിനെ നമ്മൾ കർത്താവിൽ വസിച്ചുകൊണ്ടും കർത്താവിൽ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എഴുതി നോക്കണം. വിശ്വാസം എന്തൊക്കെ മനസ്സിലേക്ക് പോകുന്ന പോലെ വ്യഭിചാരം, മോഷണം, കൊലപാതകം, ഇതൊന്നും അല്ല. പാപം യഥാർത്ഥത്തിൽ ദൈവം നോക്കുമ്പോ പാപം ഇതൊക്കെ പാപമാണ് ചോറ്. പക്ഷെ അതിനെക്കാട്ടി വലിയ പാപമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കയ്പും വെറുപ്പും പകയും വിദ്വേഷവും മത്സരവും ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ദിവസം പ്രതി നമ്മൾ എത്ര വലിയ പാവം നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം വിട്ട് കളയണം. അത്യാഗ്രഹം ഒക്കെ വിട്ട് കളയണം. ഇന്ന് അത്യാഗ്രഹമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്.
സ്വസ്നേഹമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹാലലുയ. ഇതൊക്കെ വരുമ്പോഴാണ് ഈ സ്വസ്നേഹം അതുപോലെ ഈ എന്താ പറയാ പ്രൈഡ് നമ്മളിലേക്ക് വരുമ്പോഴാണ് അഹങ്കാരം നമ്മൾ വരുമ്പോൾ നെഗളം വരുമ്പോഴത്തേന് നമ്മളെ നശിപ്പിക്കുന്ന അതാണ്. ഞാനെന്ന ഭാവം അതെല്ലാം മനുഷ്യരിലുണ്ട്. അഹംഭാവം എന്ന് പറയുന്ന കാര്യം. കാരണം ഈഗോ അവനെ ഒന്ന് തൊട്ടു നോക്കണം. അവന്റെ ഈ കറക്റ്റ് ഈഗോയിലും തൊട്ടു നോക്കണം. അവൻ ആരാന്ന് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ വിട്ടുകളയണം. വിട്ടുകളഞ്ഞാൽ മാത്രമേ ഇന്ന് ഈ മത്സരിക്കുന്നതും ഇന്ന് കേസ് കൊടുക്കുന്നതും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് നമ്മുടെ ഫാമിലി കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര കേസുകൾ എടുക്കാൻ വയ്യാത്ത എന്തുകൊണ്ടാ ഈ നമ്മുടെ സിസ്റ്റം ഇത്ര കുറച്ച് കോടതികൾ മാത്രം കൊണ്ടുവച്ച് ഇത്രയധികം കേസുകൾ കെട്ടിക്കിടക്കുന്ന രീതിയിൽ വെച്ചേക്കുന്നത് എന്താണെന്നറിയോ? എന്തിനാണെന്നറിയാം? ഒരിക്കൽ കോടതിയിൽ പോയി നിൽക്കുന്നത് പിന്നെ കേസും കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു മെനക്കെട്ട പണിയാണെന്നറിയാവോ ഇത്? ഹല്ലേലൂയ. അവിടെ ചെന്ന് ഒരു ദിവസം പോയി കുത്തിക്കെട്ട് രാവിലെ തുടങ്ങി നിന്ന് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വിളിച്ച ആ മെനക്കേട് ഓർത്തെങ്കിൽ ആരും കേസിന് പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് കേസിന് വല്ല കുറവുണ്ടോ? ഹല്ലേലൂയ. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ സിസ്റ്റം. അല്ലാതെ ഇവിടെ 10 കോടതി എക്സ്ട്രാ വെക്കാൻ 10 ജഡ്ജിമാരെ എക്സ്ട്രാ വെക്കാൻ കഴിയാഞ്ഞിട്ടല്ല ഗവൺമെന്റ് അങ്ങനെ വെച്ചേക്കുന്നതിന്റെ കാര്യം. ആ സിസ്റ്റത്തിന്റെ ഒരു ഉദ്ദേശം ഇതാണ്. പക്ഷെ ഉദ്ദേശം ഇതാണെങ്കിൽ ഇന്ന് കോടതികളുടെ എണ്ണവും പണ്ട് നമ്മുടെ ഹൈക്കോടതി എറണാകുളത്ത് നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് കേരള ഉണ്ടല്ലോ, അത് അവിടെ എനിക്ക് തോന്നുന്നു പഴയ കോടതിയായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നതിന്റെ 10 ഇരട്ടി കോടതികളുണ്ട് ഇന്നത്തെ പുതിയ ബിൽഡിങ്ങിൽ. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം കേസുകൾ ഉള്ളതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇത് എന്തുകൊണ്ട് അങ്ങനെ വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. പക്ഷെ ഇന്ന് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് എന്താ ഇതിന്റെ കാരണം വെച്ചാൽ ഈഗോ. ഞാനെന്ന ഭാവമാണ്. തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത എത്രയോ ദൈവമക്കളെ കേസും കൊണ്ടുപോകുന്നത്. തോറ്റു കൊടുക്കാൻ മനസ്സില്ല അവർക്ക്. താഴൻ മനസ്സില്ല. തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ്. അവൻ പറയുന്നത് ആരാന്നാണ്? വിശ്വാസിയാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഓരോ കാര്യം എടുത്തോ, ഓരോ കുടുംബത്തിലെ പ്രശ്നങ്ങളാകട്ടെ, ഇപ്പൊ കേസിനൊന്നും പോയില്ല പോലും ഒരു വിശ്വാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ഒരു സഭയിലെ പാസ്റ്ററും വിശ്വാസികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ചോദിക്കുമ്പോൾ എന്താ കാര്യം? പാസ്റ്റർ അവിടെ നിന്ന് വന്നവരൊക്കെ വേണ്ടിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. പാസ്റ്റർ അവരെ കണ്ട് ചിരിച്ചു, ഞങ്ങളെ കണ്ട് ചിരിച്ചില്ല. അവരെയൊക്കെ വലിയ കാശുകാർ ഇതായി നമ്മൾ. കാരണം ശരിയായിരിക്കും, ആ മനുഷ്യന് ബലഹീനത ഉണ്ടായിരിക്കും. പക്ഷേ ബലഹീനത ഉള്ളപ്പോഴും അപ്പൊ ഈ പറയുന്നത് എനിക്ക് ബലഹീനതകളില്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നല്ല പോലെ വഴക്ക രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് നമ്മുടെ ബലഹീനത മാത്രമാണ്. നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. നമ്മുടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് പറയുക എന്നുള്ളത്. അത് ആരോടും വിരോധം വെച്ചിട്ടൊന്നും അല്ല. ചില ആൾക്കാർക്ക് അവരോട് വിരോധം വെച്ച് സംസാരിക്കുക. ഒരിക്കലും ഞാൻ വിരോധം വെച്ച് മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കരുത്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ പറയേണ്ട കാര്യം പറയണം. ഹല്ലേലൂയ. അത് പറയാനായിട്ട് ദൈവം ആക്കി വെച്ചിരുന്നത്. ഇപ്പം ഒരു വെളിപ്പാട് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഫീൽ ചെയ്യോ ഇല്ലെന്ന് നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. ദൈവം കാണിക്കുന്നതാ പറയുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ പറയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ ഇവിടെ പറയുന്നതാണ്, നമ്മൾ ആരും പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പാപം ചെയ്യുന്നവൻ ആരും അവരെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ലെന്നാ പറഞ്ഞേക്കുന്നത്. നമ്മളപ്പോൾ ഹല്ലേലൂയ ഓരോ ദിവസം അറിയണം. നമ്മൾ കർത്താവിനെ അറിഞ്ഞവരല്ലേ, കർത്താവിനെ കണ്ടവരല്ലേ വെച്ചാൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കർത്താവിന്റെ വചനത്തിലൂടെയെങ്കിലും കർത്താവിനെ കണ്ടിട്ടുള്ളവരായതുകൊണ്ട് ഇവിടെ പേരിക്കുന്നു. ഇവിടെ എന്നിട്ട് ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കെ നീതി ചെയ്യുന്ന നീതിമാനാകുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പാപത്തിൽ കർത്താവിന്റെ മക്കളായിരുന്നുകൊണ്ട് പാപം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പിശാചിന്റെ മക്കളെന്നാ പറയുന്നു. അപ്പൊ പിശാചിന്റെ മക്കളാകണോ ദൈവത്തിന്റെ മക്കളാകണോ എന്ന് നമ്മളാ തീരുമാനിക്കുന്നു. വിശ്വാസം എന്ന പേരുണ്ട്, ദൈവത്തിന്റെ മക്കളാണ്. ഇവിടെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കും. പിതാവ് എത്ര വലിയ സ്നേഹം, നമുക്ക് അങ്ങനെ തന്നെ നാം ആകുന്നു. അതിനകത്ത് പ്രത്യേകം. പക്ഷെ എന്നിട്ട് യോഹന്നാൻ പറഞ്ഞു വരുമ്പോൾ പാപം ചെയ്യുന്നതിനെല്ലാം പിശാചിന്റെ മക്കളാകുന്നു. നമ്മളെ ലോകക്കാരെ നോക്കിയിട്ട് അവൻ പാപത്തിലാ ജീവിക്കുന്നത് അവര്. പക്ഷെ അല്ല, ഇത് ദൈവമക്കളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഈ ലേഖനത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞേക്കുന്നത്. ലോകക്കാർക്ക് വേണ്ടി എഴുതിയേക്കുന്ന അല്ല ഇത്.
അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം. നമ്മൾ പാപം ചെയ്യുന്നെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ദൈവമക്കളെന്ന സ്ഥാനം അവിടെ കിടക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് പിശാചിന്റെ മക്കളെന്നാണ്. കാരണം നമ്മൾ അനുസരിക്കുന്ന ആരെയാ അവിടെ പാപം ചെയ്യുമ്പോൾ? പിശാചിനെ അനുസരിക്കുന്നത്. ഹാലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലേലൂയ ബെനിറ്റാണി അവിടെ നിന്നിട്ട് ഹാലേലൂയ ഈ മറ്റേ നമ്മുടെ ഈ ശാപത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തു. അവിടെ എല്ലാം പറയും പിശാജ് 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 എന്ന്. പക്ഷെ പലരും പറയുമ്പോൾ പിശാജ് പിശാജ് പറയുമ്പോൾ പിശാജിന് നെഗറ്റീവ് വർഷിപ്പ് കൊടുക്കുകയാണെന്ന് പറയും. പക്ഷെ അല്ല, അവിടെ അവനെ കുറിച്ചും അവന്റെ തന്ത്രങ്ങളെ കുറിച്ചും അവനെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മളെ തകർക്കുന്നു എന്ന് പറയണം. അവന്റെ പേര് പറയാതെ പറ്റത്തില്ല. ഞാൻ പറയാം, അവന്റെ പേര് പറയാൻ എന്തിനെ പേടിക്കുന്നു? അവന്റെ പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? കാരണം എന്താട്ടെ, പിശാജ് പിശാജ് 10 പ്രാവശ്യം കേൾക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആകുന്നെങ്കിൽ ഹാലേ നീ അവനെ ഭയപ്പെടുന്നത് കൊണ്ടാ, അല്ലേ? ആണോ? അവന്റെ പേര് കേട്ട ഉടനെ നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നെങ്കിൽ കാരണം എന്താ? അവനെ നമുക്ക് പേടിയാ. എന്തിനാ അവനെ ഭയപ്പെടുന്നത്? ഹാലേലൂയ. ദൈവത്തിന്റെ വചനപ്രകാരം പിശാചിന്റെ ഇതിനകത്തല്ല, പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ ഇന്ന് നമ്മളെ ദൈവം ആക്കി വെച്ച് പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ തന്നെയാണ്. അപ്പൊ അവന്റെ പേര് പറയാൻ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് കേൾക്കുമ്പോൾ നമ്മൾ ഹാലേലൂയ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഇറിറ്റേറ്റഡ് ആകേണ്ട കാര്യമില്ല. അവനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നെങ്കിൽ നമ്മൾ അവനെ ഹാലേലൂയ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഹാലേലൂയ ദൈവമക്കൾ ഭയപ്പെടുന്നത്, പലരും പല ദിവസം പ്രസംഗിച്ച് തമാശക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ പിശാചിനെ ഭയപ്പെടുന്നത്. ദൈവത്തെ ഭയമുണ്ടോ? പക്ഷെ പിശാചിനെ ഭയമാണ് ആണ്. ഇന്ന് പലപ്പോഴും സഭാരാധനയ്ക്ക് പോകുന്നത്, പ്രാർത്ഥനയ്ക്ക് കയറുന്നത്, അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നത്, ഉണർന്നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഒക്കെ കാരണം എന്താ പറയാ? പേടിയാ. അവനിങ്ങോട്ട് കയറിയാലോ. അവനെ പേടിച്ചിട്ടാ ഇന്ന് വിശ്വാസം ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ ആകരുത് നമ്മൾ. അവനെ പേടിച്ചിട്ടല്ല നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. ഹാലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹാലേലൂയ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്നത്. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഹാലേലൂയ നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കാനും നമ്മളിലെ എന്തെങ്കിലും മാനുഷ്യ ജഡികമായ സ്വഭാവങ്ങൾ അതെല്ലാം വിട്ടുമാറി ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പീരീഡ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. വർഷാവസാനം 3ാമത്തെ നമ്മൾ ലാസ്റ്റ് ക്വാർട്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹാലേലൂയ. 9 മാസക്കാലം കടന്ന് ഈ 10 മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ 10, 11, 12 മാസങ്ങൾ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ഈ ഉപവസിക്കാനിരിക്കുമ്പോൾ ലിസ്റ്റ് എഴുതി വെച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. ഹാലേലൂയ. ആമേൻ. നമ്മൾ എന്താ പറയുന്നത്? യേശു കർത്താവ് പറഞ്ഞല്ലോ, ഉപവാസത്താലും പ്രാർത്ഥന ഈ ജാതി നീങ്ങിപ്പോത്തൽ നമ്മളിരിക്കുന്ന ചില സ്വഭാവങ്ങൾ ഇനിയും മാറാത്ത ചില ജടീക സ്വഭാവങ്ങളുണ്ട്. നമ്മുടെ ഹാലേലൂയ ജീനിയോളജിന്ന് വന്ന സ്വഭാവങ്ങളുണ്ട്. ഹാലേലൂയ പാപ്പന്റെ അമ്മമാരുടെ സ്വഭാവങ്ങൾ കിടപ്പുണ്ട്. ഇതൊക്കെ മാറിപ്പോകാനായിരിക്കണം നമ്മൾ ഉപവസിക്കുന്നത്. ഹാലേലൂയ. അങ്ങനെ ആഗ്രഹത്തോടെ നിങ്ങൾ ഉപവസിച്ച് കർത്താവേ ഈ സ്വഭാവം എനിക്ക് വേണ്ട, ഈ സ്വഭാവം എനിക്ക് ദൈവമക്കൾക്ക് ചേർന്ന സ്വഭാവമല്ല, എനിക്കൊരിക്കലും ഇതിനകത്ത് തൃപ്തിയല്ല, എനിക്ക് ഈ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാൻ ഞാൻ പലപ്പോഴും ഇത് മാറാൻ വേണ്ടി ഞാൻ ഉപവസിക്കുന്നത് പറഞ്ഞ് ഉപവസിച്ചൊക്കെ ഞാൻ നിങ്ങൾ ഉപവസിച്ച് എഴുതേക്കെ നിങ്ങൾ അറിയാണ്ട് ഈ സ്വഭാവം നിങ്ങൾ വിട്ടുപോയിരിക്കും. ഹാലേലൂയ. അപ്പൊ എന്താ പറയാ, ഈ പലപ്പോഴും പലരും പറയും എനിക്ക് വിടുതൽ തന്നു ഉപവസിച്ചപ്പോൾ. പറയുന്ന വിടുതൽ ശരി നടക്കും. ഇങ്ങനെ നിന്റെ ഈ സ്വഭാവം മാറുമ്പം ദൈവം അവിടെ ഇത് മാറാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കല്ലേ പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ഗ്യാരണ്ടി ചെയ്യുന്നത് തന്നെയാണ്. അല്ല അങ്ങനെയാണ് നമുക്ക് വിടുതൽ നടക്കുന്നത്. അല്ലാതെ ഉപവസിച്ച് പട്ടിണി ചെയ്യുന്ന കർത്താവ് ചെയ്താൽ എന്താ? കർത്താവ് എന്താ നീ പട്ടിണി കിടന്ന് നീ ഇപ്പൊ ഉപവസിച്ചാലേ ഞാൻ തരുത്തുള്ളൂ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല നീ ഉപവസിച്ചാലേ നിനക്ക് തരുവുള്ളൂ. നല്ല നിനക്ക് വേണ്ടുന്നതല്ല, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞാൻ ദാനം ചെയ്തേക്കുവാ. ഹാലേലൂയ. അവൻ നിനക്ക് തന്നു കഴിഞ്ഞതൊക്കെ. ഹാലേലൂയ. ഇതൊക്കെ സമയത്ത് അപ്പൊ ഉപവാസ പ്രാർത്ഥനകൾക്ക് പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഒരു പാപം ചെയ്യുന്ന പിശാചിന്റെ മകനാണ്. പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി. ദൈവത്തെ ആരും പാപം ചെയ്യുന്നില്ല. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം. അപ്പൊ നമ്മൾ ആദ്യം ജനിച്ചേക്കുന്നത് ഹാലേലൂയ ദൈവത്തിൽ നിന്നാ ജനിച്ചത്. വീണ്ടും ജന്മം ദൈവത്തിൽ നിന്നാ. യേശു കർത്താവിന്റെ ജന്മം എങ്ങനെയായിരുന്നു? ഹാലേലൂയ എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെയാണ്. പരിശുദ്ധാത്മാവിനാലാണ് ജനിക്കപ്പെട്ടെങ്കിൽ നമ്മളും പരിശുദ്ധാത്മാവിൽ തന്നെ ജനിക്കപ്പെടുന്നത്. ഹാലേലൂയ. ഒരു ഹാലേലൂയ പരിശുദ്ധാത്മാവിനല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് യേശു കർത്താവ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മളും ജനിച്ചതല്ല. അതുപോലെ യേശു കർത്താവിനെ കുറിച്ച് വചനം ജഡമായി
കൃപയും സത്യം നിറഞ്ഞ. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുന്നത് ഹാലേലിയ ആമേ വചനത്താൽ തന്നെയാണ് ജനിക്കുന്നത്. പത്രോസ് എഴുതി വെച്ചിട്ടുണ്ട്. ഹാലേലൂയ ആമേ ഹാലേലൂയ. അപ്പൊ നമ്മൾ വചനത്താൽ തന്നെയാണ് ജനിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ജനനം എങ്ങനെയാ? യേശു കർത്താവ് ജനനം എങ്ങനെയാ? അതുപോലെ തന്നെ നമ്മൾ ജനിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാലേലിയ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. ദൈവത്തിന്റെ മക്കൾ ആരും പാപം ചെയ്യുന്നില്ല ഹാലേ. പക്ഷെ ഇന്ന് ഹാലേലിയ എല്ലാ ദൈവമക്കളും ഹാലെ പാവം. കഴിഞ്ഞ ദിവസം ഹാലേലിയ ആ കോൺഫറൻസൊക്കെ ഞാൻ പറയുന്നത് കേട്ടായിരുന്നു. ഹാലേലിയ അവൻ കേരളത്തിന്റെ സഭയ്ക്കുള്ളിൽ ഹാലേലിയ കടന്നിരിക്കുന്ന സ്പിരിറ്റാണ് ഇസബേലെ സ്പിരിറ്റ്. ഹാലെ ഇന്ന് പലപ്പോഴും ഹാലെ അഡൽട്ടറിയിലേക്കും ആമേ ദ്രവ്യാഗ്രഹത്തിലേക്കും ഹാലെ ഐഡിയൽ വർഷിപ്പിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന അതാണ്. അതുപോലെ തന്നെ ഭിന്നത ഇടുന്ന സ്പിരിറ്റാണ്. കാരണം ഭിന്നിപ്പിച്ച് നിർത്തുക. അതോടെ നമ്മൾ കാണുന്ന ദൈവം മക്കളെയും ഹാലേലൂയ ആമേ ഹാലേലൂയ എന്താ പറയാ ആമേ അവരുടെ അശേര പ്രതിഷ്ഠയുള്ള ബാലിന്റെ വിഗ്രഹങ്ങളുടെ ഒക്കെ ഹാലേലൂയ മാറ്റി നിർത്തി ഹാലെ രണ്ട് തട്ടാക്കി നിർത്ത്. അന്ന് ആമേ ഏലിയാവ് വന്ന സമയത്ത് ഏലിയാവ് പറയുന്ന കാര്യം നമ്മളോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹാലേലൂയ യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കുന്ന പറയുന്നത്. അപ്പൊ യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കത്തക്ക രീതിയിലേക്ക് ഹാലേലൂയ ദൈവാത്മാവിനെ അല്ല ഇവരെ ഭിന്നിപ്പിച്ച് നിർത്തി ഹാല ഭിന്നത ഇട്ടുകൊണ്ടാണ് അവിടെ ഹാലേലൂയ. കേൾക്കുന്നുണ്ടോ? ചെക്കായി നിൽക്കുന്നു വീഡിയോ കേക്കാവോ? അല്ലെ അപ്പൊ ഭിന്നത ഇട്ട് ഹാലേലൂയ അവിടെ മത്സരിപ്പിച്ച് നിർത്തിയാണ് അവൾ ഭരിച്ചത്. അതുപോലെ ഇസബേലിയസ് പറ്റി എപ്പോഴും അതാ ചെയ്യുന്നത്. അതാണ് ഇന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത്. ഹാലേലൂയ അടക അരകന ശാലക റീബ റീബ ശാല മാറാമശാരിക്ക റിക്ക ഉടകലകന ഹരകരകന കരകരകന കരകാശ ഹരകറിഹന ഗർഭൂജി ഹത്ത് ബശൂട ബർബവ ൂഢമനപറിവാദിഹത്തെ ശകല ഹർഗദീത് ഹന്തകശ്വരിഹന ഹർഗ ജൂബ മാബ ശുഭന ഹർഭ ജൂബാലഭർഗ ശകല ഹർഗറിഹന ഹർഗൂരിഹന അക്ബാദിവന ഹർഗ ശകല ഹർഗറി ബന്ധവശ അകലാഹരകാരകന ഹർഗ ശകന ഹർഗറിഹന ഹർഗ ഹർഗാരക ശാര ഹർഗാരകന ഹർഗാരക ഹർഗ ശകല ഹർഗാരഹന ശാലവർഗറിവന ഹർഗ ഉടപറാപദ ഹത്തുഷു ഹലവർബാദികശ്വരിക്കന ഭഗവാലിഹന കരകരി ഹന്തകശ്വരിഹന കരക്ക് ചൂപാമാപാലിഹന കരകരി ശകലാരകന ഹല്ലേലൂയ കശ്വലവന ഹരക ആദിശകന ഹരക ഉടപറാപന റിപന ഹർഗശ ഉടകാരകന റിഹദാശി ഹരകര ആദിശകന ഹർഗ ഓക്കെ കേൾക്കാവല്ലോ എന്തായാലും. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഇച്ചിരി പ്രോബ്ലം ഉണ്ടോ ഓഡിയോയ്ക്ക്? ഇപ്പൊ പ്രോബ്ലം ഉണ്ടാ? നോ. ഓക്കെ ഞാനത് മൊബൈൽ കണക്ട് ചെയ്ത് നോക്കിയതാ കേൾക്കുന്നുണ്ടോന്ന്. അപ്പൊ അത് കേൾക്കുന്നുണ്ട്. എന്താ നെറ്റ്വർക്കിൽ നിന്നാണ് തോന്നുന്നു. ഹാല ചെക്കാതൊക്കെ ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്ന ഹാലേലിയ ദൈവത്തിൽ ജനിച്ചാൽ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവൻ വസിക്കുന്നു. ദൈവത്തിൽ ജനിച്ചാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. ആമേ ഹാലേലിയ. അപ്പം ദൈവത്തിൽ ജനിച്ചവർക്ക് പാപം ചെയ്യാൻ കഴിയുന്നതുമില്ല. കാരണം ഹാലേലിയ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ ഹാലെ തെറ്റ് ചെയ്യുമ്പോൾ ഹാലെ നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ നമ്മൾ ഹാലേലിയ അവൻ തെറ്റാണെന്ന് പറയും പലപ്പോഴും ഹാലെ നേർവഴിക്ക് നടത്തും. പക്ഷെ ഇന്ന് പലപ്പോഴും തിരിച്ചറിയാതെ വണ്ണ ഹാലേലിയ ഇസബേലിയ സ്പിരിറ്റിന്റെ ഹാലേലിയ ആ ശക്തി ഹാലെ സഭയ്ക്കുള്ളിൽ കയറി ഹാലേലിയ ഭിന്നത ഇട്ടുകൊണ്ട് ഹാലെ സ്വസ്നേഹം ഇട്ടുകൊണ്ട് ദ്രവ്യാഗ്രഹം ഇട്ടുകൊണ്ട് അഹങ്കാരം ഇട്ടുകൊണ്ട് നെഗളം ഇട്ടുകൊണ്ട് ഹാലെ ഇന്ന് ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാലേലിയ ദൈവമക്കളുടെ ഒരു ആമേ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം. നമ്മുടെ ഒരു മട്ടങ്ങി വരവ് ഹാലേലിയ ദൈവസന്നിധി ഹാലെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? അമ്മ ദൈവത്തെ ജനിച്ചവർക്ക് ആർക്കും പാപം ചെയ്യാൻ കഴിയില്ല. അപ്പൊ പാപത്തിലാണ് നമ്മളെങ്കിൽ പിശാചിന്റെ മക്കളായിട്ട് ഇരിക്കാനല്ല. കാൺമിന്ന ദൈവമക്കൾ എന്ന് വിളിക്കുക. പിതാവ് എത്ര വലിയ സ്നേഹം തന്നെ നമ്മൾ അങ്ങനെ തന്നെ നാം ആകുന്നു. ഹാലേലൂയ അമ്മ നീതി പ്രവർത്തിക്ക് ആരും സഹോദരൻ സ്നേഹിക്കാത്തവന് ദൈവത്തിൽ നിന്നുള്ളവനുമല്ല. അമ്മ ആദ്യം കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കണമെന്നാകുന്നു. ഹാലെ കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഹാലെ സകല കൽപ്പനകളും ഹാലേലിയ ആമെ കൊണ്ടുവന്ന് നിർത്തിയത് ഹാലെ നിന്റെ ദൈവമായ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഹാലെ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഹാലെ അന്യോന്യം സ്നേഹിക്കണമെന്ന്. അപ്പൊ അന്യോന്യം സ്നേഹിക്കുന്നവരൊക്കെ ആർക്കും അതിൽ മത്സരിക്കാൻ പറ്റത്തില്ല. ഹാലേലിയ അപ്പം ദൈവം നമുക്ക് ഹാലെ അവരെ പകവച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ഹാലേലിയ ഒന്നും ചേർത്ത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ ഹാലെ നമ്മുടെ ജീവിതത്തെ ഹാലേലിയ ഇതൊക്കെ നമ്മുടെ ഉള്ളിലും വന്നിട്ടുണ്ടാകും. പകയും പിണക്കവും ഹാലെ വിദ്വേഷവും ഹാലെ കയ്പും വെറുപ്പും ഒക്കെ നമുക്കും ഉണ്ടാകും. പക്ഷേ അതിനെല്ലാം നമുക്ക് ഈ പ്രഭാതത്തിൽ ഏറ്റു പറഞ്ഞ് ഹാലെ ദൈവസ്ഥ കർത്താവ് ആമ ഒന്നും കൂടെ ഒരു കഴുകൽ പ്രാപിച്ച് കർത്താവ്
കർത്താവ് യേശു രക്തത്താൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് അല്ലെ നമ്മൾ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ് അല്ലെ ആ ദൈവമക്കളായി തന്നെ നമുക്ക് ജീവിക്കാം. ഹാലേലിയ. പിശാചിന്റെ മക്കൾ എന്നുള്ള പേര് കേൾക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം തന്റെ രൂപത്തിലും സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ഹാലേലിയ നമ്മൾ ദൈവത്തെ പോലെ തന്നെ ആകണം. ദൈവം നടന്നതുപോലെ നടക്കുക, ദൈവം നിന്നതുപോലെ നിൽക്കുക, ദൈവം സംസാരിച്ചതുപോലെ സംസാരിക്കുക, ദൈവം നോക്കിയതുപോലെ നോക്കുക. അല്ല അങ്ങനെ ചെയ്ത പലരെയും നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നോക്കി കാണാം. പൗലോസ് മുഷിഞ്ഞു നോക്കിയപ്പോൾ ഹാലേലിയ ഭൂതം വിട്ടു മാറി. പൗലോസ് ഒന്ന് നാവെടുത്ത് സംസാരിച്ചപ്പോൾ ഹാലേലിയ ഒരു സമയത്തേക്ക് മിണ്ടാതാക്കാൻ പറ്റി. ഹാലേലിയ അവരുടെ ഹാലേലിയ നിഴൽ തട്ടിയിട്ട് പോലും രോഗിൽ സൗഖ്യമായെങ്കിൽ ഹാലേലൂയ ദൈവം നമ്മളെയൊക്കെ അങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കാനാണ്. നമ്മളെയൊക്കെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം അങ്ങനെ ദൈവത്തെ പോലെ തന്നെ നമ്മൾ ആകുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറായിട്ട്. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.